ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം വെയിലുകാലമൊക്കെ വന്നല്ലേ, നല്ല ചൂടും കുടം ചൂടിൽ നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കൂടുതലും സ്കിന്നിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ടല്ലേ. പക്ഷെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നല്ലേ, ഈ സാധനമാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഹെയറിന് അങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല ഈ ചൂടുകാലത്ത്. പക്ഷേ അങ്ങനെ കെയർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ. അതൊന്നും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറേ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കിയാൽ, അത് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, ബോഡി ഫുള്ളും വേർക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഹെയറും വേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് താരനും വരും. താരൻ ഉള്ളവരാണെങ്കിലോ താരം കൂടുകയും ചെയ്യും. അങ്ങനെ താരം കൂടുകയും ചെയ്യും, അതേപോലെ തന്നെ പുറ്റായിട്ട് വരും, അതേപോലെ തന്നെ കുരുക്കളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം കേട്ടോ. ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക കേട്ടോ. അതും ഡെയിലി ഒന്നും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല. വീക്കിലി വൺസ് മാത്രം മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. അല്ലാത്ത പക്ഷേ നമ്മൾ അല്ലാണ്ട് തന്നെ നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. അത് നമ്മുടെ മുടിക്ക് ദോഷമായിട്ട് വരും ഈ ചൂടുകാലത്ത്. അതേപോലെ തന്നെ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഡെയിലി യൂസ് ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് ഗുണം ചെയ്യത്തുള്ളൂ. കാരണം നമ്മുടെ തലയ്ക്കും ഹെയറിനൊക്കെ നമുക്കൊരു തണുപ്പ് തരും കേട്ടോ ഈ ചെമ്പരത്തി താളി. നാട്ടിലും കിണർ വെള്ളം കിട്ടാനുണ്ടാവില്ല കേട്ടോ. ഈ ബോർ വാട്ടർ ഇല്ല ക്ലോറിൻ വെള്ളം അതായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് നേരത്തെ മുന്നേ പോയിട്ട് വെള്ളം ഒന്ന് പിടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ക്ലോറിൻ്റെ ഇതെല്ലാം നമ്മുടെ താഴത്തേക്ക് ബക്കറ്റിൻ്റെ അടിയിലേക്ക് വരും കേട്ടോ. അപ്പം മേലത്തെ വെള്ളം വെച്ചിട്ട് നമുക്ക് കുളിക്കാവുന്നത്. പിന്നെ യാത്രയൊക്കെ ചെയ്യുന്നവരാണ് ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ ക്യാപ്പ് വെക്കുക, ഇല്ലെങ്കിൽ സ്കാർഫ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുക കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുക. അതേപോലെ നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് ഹെയറിൽ ഒരിക്കലും പോകാതിരിക്കുക. ഈ വെയിലത്ത് നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ് ഹെയർ ഉപയോഗിക്കും. പക്ഷേ ലൂസ് ഹെയറിൽ നമ്മൾ വെയിലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് അത് ഡാമേജ് വരുത്തോട്ടോ. അപ്പോൾ അതൊന്ന് ടൈ ചെയ്തിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക ഈ ചൂടുകാലത്ത്. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അത് നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ എന്തായാലും അവോയ്ഡ് ചെയ്യണം. കാരണം ഒന്നാമത് ചൂട്, അതിൻ്റെ ഇടയ്ക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് ഒന്നുകൂടെ ചൂടാവും. പിന്നെ അത് നല്ല രീതിയിൽ നമ്മുടെ മുടി കൊഴിച്ചിലിനും അങ്ങനെ നമ്മുടെ മുടിക്ക് വരേണ്ടതായ എല്ലാ അസുഖങ്ങളും വരും കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ഈ തൽക്കാലത്തേക്ക് ഈ ഒരു ചൂടുകാലം മാറുന്ന വരെ നമ്മൾ അതൊന്ന് അവോയ്ഡ് ചെയ്യണം. അതേപോലെ തന്നെ ഡെയിലി ഹീറ്റ് യൂസ് ചെയ്യുന്നവരൊക്കെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഡെയിലി ഹീറ്റ് എന്നല്ല, മാസത്തിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രം ചെറിയ രീതിയിലൊന്ന് ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് നമ്മളെ മുടിക്ക് ഒരുപാട് ഡാമേജ് വരുത്താതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പെട്ടെന്ന് ഈ ചൂടുകാലം കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഡാമേജ് വരും. പിന്നെ അതേപോലെ തന്നെ ഹെയർ പാക്ക് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഹെയർ പാക്കുകൾ നമ്മൾ നോക്കാം. അതായത് ചെമ്പരത്തി താളി, കരുവേപ്പില, ആലോവേര ജെല്ല്, നെല്ലിക്ക ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മുടെ തലയ്ക്ക് കുറച്ച് തണുപ്പ് തരും. അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയതാണ് റൈസ് വാട്ടർ ഇല്ലേ, അതായത് കഞ്ഞിവെള്ളം, അതേപോലെ തന്നെ അരി കഴുകുന്ന വെള്ളം, ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. പിന്നെ ഇതൊന്നും ചെയ്താൽ പോരെ, പുറമെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരല്ലോ, ഉള്ളിലേക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെല്ലണ്ടേ. അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ എത്ര വെള്ളം കുടിക്കുമോ അതിൻ്റെ ഇരട്ടിയായിട്ട് ഈ ചൂടുകാലത്ത് വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ബോഡിക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ ഇപ്പം. എൻ്റെ പൊന്നി ശരീരമൊക്കെ വലിഞ്ഞ് മുറുകുന്ന ഒരു അവസ്ഥയാണ്. എത്ര സ്കിൻ കെയർ ചെയ്താലും ഒരു കാര്യമില്ല. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. ഈ പറയുന്ന ഞാനും വെള്ളം കൂടി കുറവാണ്, പക്ഷെ വെള്ളം കുടിക്കണം കേട്ടോ, നന്നായിട്ട് കുടിക്കും. അതേപോലെ തന്നെ അയൺ, വിറ്റാമിൻ സി, സിങ്ക്, ബയോട്ടിൻ, ഒമേഗ, വിറ്റാമിൻ ഡി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ഫുഡ് പാറ്റേണിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നട്ട്സ്, ആൽമണ്ട്, വാൾനട്ട്, ഫ്ലാക്സ് സീഡ്, സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫാളും ഇല്ല ഹെയറിൻ്റെ ഒരു ഡാമേജും ഈ ചൂടുകാലത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അപ്പോൾ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മൾ വീഡിയോ ഇടുന്നതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.